ഇന്ന് വേലന്റെ തന്നെ പോണ്ടേ? വേലന്റെ കാര്യം നീ എന്നോട് മിണ്ടി പോരുത്തിട്ടാ, എനിക്ക് ഭ്രാന്ത് വരും. എന്തടാ? എന്റെ അച്ചാച്ചനും അമ്മാമിയും എന്റെ കാമുകിയും നഷ്ടപ്പെട്ട ദിവസം. അയ്യോ, കാമുകിക്ക് എന്ത് പറ്റി? എടാ, വാലന്റൈൻസ് ഡേ അന്നൊന്ന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടിട്ട് ഇവളെ ഞാൻ ചെല്ലപ്പേരിട്ട് വിളിച്ചു. അതിന് ഇവള് എന്റെ പറയാത്ത തരില്ല, എന്നെ ഒഴിഞ്ഞു പോവുകയും ചെയ്തു. എന്ത് സംഭവം പറയുന്നേ? എടാ, നീ നിന്റെ കാമുകിനെ ചെല്ലപ്പേരിട്ടിട്ട് എന്താ വിളിക്കാറ്? ഞാൻ പാറുമോളേന്ന്. നമ്മുടെ ബീനു കാരയില് അവന്റെ പെണ്ണിനെ എന്തിട്ട് വിളിക്കാറ്? അശ്വതി അച്ചുമോളേന്ന്. 2 അക്ഷരം കുറച്ചിട്ടല്ലേ വിളിക്കാറ്? അതെ. അതുപോലെ ഞാൻ 2 അക്ഷരം കുറച്ചിട്ട് ഇവളെ ഓമനിച്ച് ഒരു പേര് വിളിച്ചപ്പോ അവളെ എന്നെ പറയാത്ത തെറിയില്ല. അല്ല, നിന്റെ കാമുകിയുടെ പേരെന്നാ? പൂർണിമ. ഈശോ. നിന്റെ ഈശോയൊക്കെ ആൾക്കാരെ അടിച്ചു മാറ്റാണ്ട് സൂക്ഷിച്ചോ. അതല്ല, അച്ചാച്ചന മാമിക്ക് എന്ത് പറ്റി? എടാ, പിറ്റത്തെ കൊല്ലം എനിക്ക് ലൈനില്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നമുക്ക് ലൈനില്ലാത്തത് നമ്മളറിഞ്ഞാൽ പോരെ, ബാക്കിയുള്ളവരെ അറിയിക്കണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അറിയൂ, തൃപ്രാറ് ഭാഗത്തുള്ള എല്ലാ കടയിൽ നിന്നും മറ്റേ കാർബറീസും ഡയറി മിൽക്കും ഒക്കെ മേടിച്ചിട്ട് നൈസായിട്ട് വീടിന്റെ ഉള്ളിൽ കൊണ്ട് വെച്ചു. ലൈനില്ലാത്ത എല്ലാരും അതന്നെ പരിപാടി. പക്ഷെ അത് കഴിഞ്ഞിട്ട് നടനടിക്കാൻ തിരിച്ചു വരുമ്പോണ്ട് വീട്ടില് 2 ചേട്ടം. അയ്യോ, എന്ത് പറ്റി? അച്ചാച്ചനമ്മേടിയും ഇവര് ഈ കാർബറീസും ഡയറി മിൽക്കൊക്കെ എടുത്ത് പടച്ചു. ഐ ഷുഗർ ആയിരുന്നു, സ്പോട്ടില് പോയി. അപ്പൊ തന്നെ തീർന്നു. എന്റെ അച്ചാച്ചനും മരിച്ചത് ഇങ്ങനത്തെ ഒരു ദിവസത്തില്ലേ? എന്തത് എങ്ങനെ? എന്റെ അച്ചാച്ചനമ്മയും പ്രേം ജില്ലയിലാണ് കഴിച്ചത്. അപ്പൊ അമ്മാമ്മ പറഞ്ഞു വാലന്റൈനായിട്ട് എന്നെ ഒറ്റയ്ക്ക് കൊണ്ടുപോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു കുണ്ണുമണാലിക്ക് പോവാന്ന് പറഞ്ഞു അച്ചാച്ചൻ. കുണ്ണുമണാലി അവിടേക്ക് പോവാന്ന് പറഞ്ഞു. അവിടേക്ക് പോവാന്നിട്ട് പാസ്പോർട്ട് എടുത്തപ്പോ പാസ്പോർട്ട് ഓഫീസിൽ പോയപ്പോ അമ്മാമ്മ വിധവ ആണോ പറയാ? നീ വിട്ടോ ആ സംഭവം വിധവില്ലേ? ആ സംഭവം പാസ്പോർട്ടില്. അപ്പൊ നേരെ പാസ്പോർട്ട് ഓഫീസിൽ അമ്മാമ്മ ചൂടായി. ഇതാണ് എന്റെ ഭർത്താവ്, ഇതില് വിധവാന്നില്ല എന്നിട്ട് ചൂടായി. അവിടെ ഇല്ല, അവിടെ ഇരുന്നാളില്ലേ നമ്മുടെ ഷെമ്മിയുടെ അപ്പനായിരുന്നു. കുമ്പളിങ്ങനെ അടിച്ചില്ല ഷെമ്മിലടാ, പുള്ളിയുടെ അപ്പനായിരുന്നു അവിടെ ഇരുന്നിരുന്നത്. ജിമ്മി. ആ ജിമ്മി ആയിരുന്നു അവിടെ ഇരുന്നത്. ഓളൊരു സെക്കൻഡിനുള്ളിൽ ശരിയാക്കി കൊടുത്തറ വീട്ടുക തന്നെ. എങ്ങനെയത്? ഇല്ല, അമ്മാമ വിദ്യമല്ലോ, അവളൊരു തോക്കെടുത്തിട്ട് ഒറ്റ വീടി വെച്ചാച്ചനെ. എന്നിട്ട് പറഞ്ഞ അമ്മ അങ്ങോട്ട് പൊക്കോളാൻ. അപ്പൊ ഇത് ശരിയായില്ലോ. ആളിപ്പോഴും സർവീസിലുണ്ടാ? അതെനിക്കറിയില്ല. അപ്പൊ തന്നെ ശരിയാക്കി. നീ കഴിഞ്ഞ പ്രാവശ്യം ഓടിക്കാണ്ടൊക്കെ പോയില്ലേ? അല്ല, എന്നിട്ട് എന്റെ പെണ്ണ് പോണെന്ന് പറഞ്ഞാലും ഉണ്ടാക്കിയില്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞങ്ങള് പാരമ്പര്യമായിട്ട് പിശുക്കുമാരല്ലേ? ഉറപ്പല്ലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് കുറയ്ക്കാൻ വേണ്ടിട്ടേ, പൈസ കുറയ്ക്കാൻ വേണ്ടിട്ടേ പെണ്ണിനെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ മാത്രം പോയി കുണ്ണുമണയിലേക്ക്. ഒറ്റയ്ക്ക് പോയി. എന്നിട്ട് ഞാൻ വന്നു നോക്കിയപ്പോ പെണ്ണിനെ കാണാനില്ല. പെണ്ണിനെ വീടിന്റെ ഭാഗത്തും കാണാനില്ല, നാട്ടിലും കാണാനില്ല. എന്നിട്ട് ഞാൻ പരാതി കൊടുത്തു. പക്ഷെ പെണ്ണിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഞാൻ എന്ത് ചെയ്ത്, നമ്മുടെ തൃപ്രയാറപ്പനോട് നമ്മള് ചെന്ന് പ്രാർത്ഥിച്ച അപ്പൊ നമ്മ മനസ്സിൽ ഉള്ളത് നമുക്ക് തൃപ്രയാറാണല്ലോ. ഞാൻ നേരെ തൃപ്രയാർ അമ്പലത്തിൽ പോയിട്ട് ശ്രീരാമസ്വാമിയോട് പ്രാർത്ഥിച്ചു. സ്വാമി, എന്റെ പെണ്ണിനെ കാണാനില്ല എന്നിട്ട് മനസ്സൂരിക്ക് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റി. ഉടനടി സ്വാമി എന്നോട് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞേ, എന്റെ പെണ്ണിനെ കണ്ടുപിടിച്ചു തന്നത് ഹനുമാൻ സ്വാമിയാണ്. നേരെ നാട്ടിലേക്ക് വിട്ടോ, അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഹനുമാൻ സ്വാമിനെ കണ്ടുപിടിച്ചത്. അപ്പൊ ഇങ്ങോട്ട് പോണം, നമുക്ക് പോവാം. നിന്റെ മോന്ത കണ്ടല്ലേ, അത് നിത്യബ്രഹ്മചാരിയാ. ഇങ്ങനെ നിക്കണില്ലേ, ആ മലയെടുത്ത് നിന്റെ തലയിലടിക്കും. നിന്റെ മോന്ത കണ്ടാ ഞാൻ നീ നട്ടന്നെ നീ പോണ്ടല്ലേ.